ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്ക്രഞ്ചിയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേ സ്ക്രഞ്ച് തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നുമല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചേഞ്ച് നല്ലതല്ലേ. അപ്പോൾ ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രഞ്ചിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ഇതുപോലെ ഇരിക്കും നമ്മൾ ഡ്രസ്സ് ചെയ്ത് മുടിയിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കാണുമ്പോൾ. നല്ലൊരു ഫ്ലവർ വിരിഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മളൊരു ബണ്ണി ഇയർ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഒരു ഡിഫറെൻറ്റ് സ്ക്രഞ്ചി ആഗ്രഹിക്കുന്നവർക്ക്. നമുക്ക് മേക്ക് വീഡിയോ കാണാം. അപ്പോൾ മാക്സിമം തന്നെ പഴയ വീട്ടിലുള്ള ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ഇതൊന്ന് ചെയ്ത് നോക്കണം. ബിഗിനേഴ്സിൻ്റെ അടുത്ത് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. മറ്റുള്ള ആൾക്കാർക്കൊക്കെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടല്ല. അപ്പോൾ ബിഗിനേഴ്സ് ഇത് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ആദ്യം നിങ്ങളെന്ത് ചെയ്ത് നോക്കണം എന്ന് വെച്ചാൽ, വീട്ടിൽ പഴയ നല്ല ഡിസൈനൊക്കെയുള്ള ക്ലോത്ത് കാണുമല്ലോ. സാരി ആണെങ്കിലും അല്ലെങ്കിൽ ഷോളൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല ഡിസൈനൊക്കെ ഉള്ള നമ്മൾ യൂസ് ചെയ്യാത്ത ക്ലോത്ത് ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഫസ്റ്റ്. അതിനുശേഷം നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ പുറത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ഡ്രസ്സ് മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ കാര്യമായിട്ടൊന്നും വേണ്ട, ഈ ഒരു ക്ലോത്തും ഇലാസ്റ്റിക്കും മാത്രം മതി. പിന്നെ നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്തും വിഡ്ത്തും 20 സെൻറ്റിമീറ്ററാണ് കേട്ടോ. രണ്ടിനും വരുന്നത്. ഇലാസ്റ്റിക് 17 സെൻറ്റിമീറ്റർ. രണ്ട് ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ 4 സൈഡിലായിട്ട് കോർണർ ഭാഗത്തോട്ട് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ, ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് മടക്കണം. മടക്കി എടുത്തിട്ട് ഈ ഒരു കോൺ വരുന്നുണ്ടല്ലോ, ആ മിഡിൽ ഭാഗത്തോട്ട് ഒരു കോൺ ഷേപ്പായിട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ 4 സെൻറ്റിമീറ്റർ ആയിട്ട് ലെങ്ത്തിൽ നിങ്ങൾ മാർക്ക് ചെയ്തെടുത്തിട്ട് അത് കണക്ട് ചെയ്ത് ലൈനായിട്ട് വരച്ചതിന് ശേഷം ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു പിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സർക്കിൾ വരുന്ന ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു സർക്കിൾ ഷേപ്പ് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സർക്കിൾ ഷേപ്പിൽ നിന്ന് നമുക്ക് ഒരു 0.7 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചുറ്റിലുമായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ലൈൻസ് ഒന്ന് ഈ ഒരു ഡോട്ടും കണക്ട് ചെയ്ത് വരക്കണം. കണക്ട് ചെയ്ത് വരച്ചതിന് ശേഷം ആ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇതിൽ റണ്ണിങ് സ്റ്റിച്ച് ആയാലും കുഴപ്പമില്ല, നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സർക്കിൾ ഷേപ്പിൽ നമ്മൾ നേരത്തെ ചെയ്ത ഡോട്ടിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ, ഈ സൈഡൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് സീം അലവൻസ് വരുന്ന ഭാഗമൊക്കെ മാക്സിമം ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കിനി നല്ല വശത്തോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മറിച്ചിടണം. ഇപ്പം നമ്മൾ ചീത്ത വശത്തല്ലേ സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നത്. ഇനി നല്ല വശത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് 2 ക്ലോത്ത് ഒന്ന് നല്ല വശത്തേക്കായിട്ടൊന്ന് ചേർത്ത് വെക്കണം. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു അയൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു കറക്റ്റ് സ്ക്വയർ ഷേപ്പിലോട്ടാക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചുളിഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് നേരെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കിൾ ഷേപ്പൊക്കെ ആക്കി വെക്കണം കേട്ടോ. ഇപ്പം നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് സർക്കിൾ ഷേപ്പ് വന്നില്ലേ. മിഡിൽ ഭാഗമൊക്കെ നീറ്റായിട്ട് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ നമുക്കൊന്ന് മടക്കി വെച്ചതിന് ശേഷം, ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്കൊന്ന് 4 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഞാനിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. ഇതുപോലെ ഞാനൊന്ന് ചുരുട്ടിയെടുത്തിട്ട് ഈ ഒരു സൈഡ് നമ്മൾ നോർമലായിട്ട് സ്ക്രഞ്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നില്ലേ, ഇതിപ്പോൾ നമുക്ക് 4 സൈഡുകളായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നേരത്തെ നമ്മൾ നോർമൽ സ്ക്രഞ്ച് ചെയ്യുമ്പോൾ നീളത്തിൽ ലെങ്ത് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമുക്ക് ഈ ഒരു മിഡിൽ ഭാഗം ഉണ്ടോ, ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ലേ, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം കേട്ടോ. ഈ ഒരു ഗ്യാപ്പ് ഇവിടെ വിടണേ. ആ ഗ്യാപ്പിലൂടെ നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് മുതൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് വലിക്കുമ്പോൾ ഓരോ ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് കിട്ടും കണ്ടോ. ഇങ്ങനെ വരുമ്പോൾ 4 ഭാഗവും നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും, സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പം ഒരു ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ
ഇങ്ങനെ നമുക്ക് വലിക്കാനുള്ള ഒരു പോർഷൻ ഉണ്ടാവും. ഈ ഭാഗത്ത് നമുക്ക് വലിച്ചെടുക്കുമ്പോൾ ആ വരുന്ന ഭാഗം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ വരുമ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിനെ വലിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉള്ളിലോട്ടാക്കി കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗവും, അതായത് സ്ക്വയർ ഷേപ്പിൻ്റെ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു, ഇനി അടുത്ത ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉള്ള ഒരു സ്പേസ് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുമേ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 4 ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് ആ ഗ്യാപ്പ് വിട്ട ഭാഗത്തൂടെ ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൂടെയാണ് ഞാൻ മറിച്ചെടുത്തത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളേറെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ഈ ഒരു സർക്കിൾ ഭാഗത്ത് നിന്ന് നമുക്കൊരു 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ എന്താ വേണ്ടത്, നമുക്ക് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നേരത്തെ വിട്ട ഗ്യാപ്പിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് ഇവിടെയും കൂടി ഒരു ചെറിയൊരു ഗ്യാപ്പ് വിടണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലൂടെ വേണം നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് കൺഫ്യൂഷൻ മാറണമെങ്കിൽ ട്രൈ ചെയ്ത് തന്നെ നോക്കണം. അപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓപ്പണിങ് കൊടുത്തില്ലേ, അപ്പോൾ ഇവിടെയും ചെറിയൊരു ഓപ്പണിങ് വെക്കണം. അതിലൂടെ നമുക്ക് എന്താ വേണ്ടത്, ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ, ഈ ഗ്യാപ്പിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സ് നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കാതെ ഡിഫിക്കൽട്ടാണെന്ന് വിചാരിച്ച് നിൽക്കാനൊന്നും പാടില്ല. വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഡിഫിക്കൽട്ടാണെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും മനസ്സിലാവും, പിന്നെ അത് വേണമെന്ന് വെച്ച് ചെയ്തെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 4 ഭാഗങ്ങളൊക്കെ വരുന്നതെന്നൊക്കെ ഉള്ള സംശയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, ചിലവർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംശയം മാറണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രഞ്ച് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. എനിക്കൊന്ന് നല്ല ഒരു ഫ്ലവറൊക്കെ വരുന്ന ഡിസൈനിലുള്ള ക്ലോത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതലും, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന പാറ്റേണിനേക്കാളും കൂടുതൽ ഞാനിപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പാറ്റേൺ ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡിസൈനൊക്കെ ഉള്ള ഫ്ലവറൊക്കെ വരുന്ന ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു സ്ക്രഞ്ചി തന്നെ നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രഞ്ചി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാനതിൻ്റെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രഞ്ച് നമുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് നല്ല ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെയുള്ള ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോൾ കാണാൻ കിടിലനായിരിക്കും കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ച് ആണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും ഇത് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇതിൽ കാണുന്നതിനേക്കാളും ഭംഗി നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ. നല്ലൊരു 4 ഭാഗത്ത് നല്ല കോർണറൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു ബണ്ണി ഇയറൊക്കെ പോലെ തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എത്ര ഭംഗിയുണ്ട് ഇതിനെന്ന്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രഞ്ചി ആഗ്രഹിക്കുന്നവരൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനു മുന്നേ പുതുതായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.